ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ. അത് മുഴുവൻ ചരിത്ര പുസ്തകങ്ങളാണ്. ഇവരെ കനാനിലേക്ക് പ്രവേശിച്ച ആ സന്ദർഭങ്ങൾ, യോർദാൻ കടന്നത്, എരികോ കോട്ട പിടിച്ചത്, ഹായി പട്ടണം നേടിയെടുത്തത്, ഗിബയോനിൽ കുടിയിരുന്നവരെ മാറ്റി പിടിച്ചെടുത്തത്, കനാനിലേക്ക് കാലുകുത്തിയത്, ദേശം ചീട്ടിട്ട് പകത്ത് കൊടുത്ത വിഷയങ്ങൾ, പിന്നീട് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച കാര്യങ്ങൾ, ശേഷമായിട്ട് രാജാക്കന്മാരെ ഭരിക്കുവാനായിട്ട് ഇവര് ശഠിച്ചപ്പോൾ ദൈവം കൊടുത്ത വിഷയങ്ങൾ, രാജാക്കന്മാർ ഭരിച്ച ഭരണ വിധങ്ങൾ, ക്രമങ്ങൾ, ഒടുവിൽ ഇവരെ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്ന സംഭവങ്ങൾ, അതിനുള്ള കാരണം, പ്രവാസം കഴിഞ്ഞ് 70 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്ന വിഷയം, ഇതൊക്കെയാണ് ചരിത്ര പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ചരിത്ര പുസ്തകമാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. ആ പുസ്തകത്തിലെ 20-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടത്. അവിടെ വായിക്കുന്നത്, അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. യെരൂശലേമിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന യഹോശാഫാത്തിനെതിരെ ത്രിവിധ ശക്തികൾ യുദ്ധത്തിന് വരിക. ആരൊക്കെയാ? മോവാബ്യരും അമ്മോന്യരും മെയൂന്യരിൽ ചിലരും. നമുക്കറിയാം, മോവാബ്യരും അമ്മോന്യരും രണ്ടും പരുവക്കേടുള്ളവരാ, രണ്ടും പരുവക്കേടുകാരാ. എന്താ അവരുടെ കുഴപ്പടി? യോടി മോവാബ്യരും അമ്മോന്യരും അവരുടെ കുഴപ്പം നിങ്ങളിപ്പോൾ പറയാം, പാസ്റ്റേ അവർക്ക് പല കുഴപ്പമുണ്ട്, അതല്ല ഇപ്പം പൊതുവെ പറയാൻ പൊതുവിൽ പറയാവുന്ന കുഴപ്പം യോടി മോവാബ്യരുടെയും അമ്മോന്യരുടെയും കുഴപ്പം. മോവാബ്യരുടെയും അമ്മോന്യരുടെയും കുഴപ്പം. പക്ഷേ അവർക്ക് മാത്രമല്ല കുഴപ്പം, ഞങ്ങൾക്കും എല്ലാം കുഴപ്പമുണ്ട്. അല്ല, അവരുടെ കുഴപ്പം നമുക്കൊന്ന്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3 ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അതിന്റെ കാരണം, ഇനി അതിന്റെ വ്യവസ്ഥ 10 തലമുറ പോലും പ്രവേശിക്കരുത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ അമ്മോന്യരും മോവാബ്യരും വ്യവസ്ഥ പ്രകാരം ജനിച്ച സന്തതി അല്ല. ഈ വ്യവസ്ഥ പ്രകാരം ജനിക്കുന്ന സന്തതിയുണ്ട്, അല്ലേ? യോടി അതെ ഉണ്ട്. അന്ന് ഞാനിപ്പം വിവരിക്കുന്നില്ല, വിവരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നേക്കാൾ ജ്ഞാനവും വകതിരിവും ഉള്ളവരാ. മാതാപിതാക്കൾ കൂടി ആലോചിച്ച്, പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ അറിയിച്ച്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച്, ദൈവത്തിൻ്റെ മഹാകരുണയാൽ ആ ജീവിതത്തിൽ ലഭിക്കുന്ന സന്തതി, അതൊക്കെ വ്യവസ്ഥ പ്രകാരമുള്ളതാ ലോകത്തിൻ്റെ. ഇനി ആത്മീക പാഠം, ഞാനും നിങ്ങളും വീണ്ടും ജനനം പ്രാപിക്കണം. അതെങ്ങനെ? ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരികയും ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും
പാപത്തിന്റെ പരിഹാരത്തിന് യേശുക്രിസ്തു ജീവനെ തന്നുവെന്നും അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങൾ മോചിക്കുമെന്നും അല്ലെങ്കിൽ പാപം പരിഹരിക്കുമെന്നും ആ പാപ പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് സമർപ്പിക്കുന്ന വ്യക്തി, അതൊരു വീണ്ടും ജനനമാണ്. അതാണ് വ്യവസ്ഥ പ്രകാരമുള്ള ജനനം. എന്നാൽ വ്യവസ്ഥ തെറ്റി ജനിക്കുന്ന ജനനങ്ങളും ഉണ്ട്. അപ്പൊ ഈ അമ്മോന്യരും മോവാബ്യരും ഒരു ശരിയായ ജനനം അല്ല, പരുവക്കേടുകാരാ. രണ്ടും പരുവക്കേടാ. ആ പരുവക്കേട് എല്ലാം വിവരിക്കുന്നില്ല. ഈ ഗന്ധകപ്പാറയെല്ലാം കൂടെ മേളിൽ നിന്ന് വരിക. അപ്പം ലോത്ത് പെമ്പിള്ളേരും എന്ത് ചെയ്താൽ ഓടിപ്പോവുകയല്ല. അവസാനം ദൂതൻ കൈക്ക് പിടിച്ച് വലിച്ച് ഓടാന്ന് പറഞ്ഞു. നാലും കൂടെ ഓടി, പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ വിടുന്ന കാര്യം തള്ളയ്ക്ക് വലിയ മനോദുഃഖമായിരുന്നു. എത്ര നാൾ കൊണ്ട് അധ്വാനിച്ച് ആ ഡൈനിങ് ടേബിളും, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആ പോറും പ്ലേറ്റും, പിന്നെ ചൂട് പോകാത്ത പാത്രവും. എൻ്റെ മോൻ പേർഷ്യന്ന് കൊണ്ടുവന്നതാ. ബെഡ്ഷീറ്റും കൂടെ അടിക്കാനുള്ള പെർഫ്യൂമും. ഞാൻ ഉദാഹരണമായിട്ട് ചില കാര്യങ്ങളാണ്. മെത്തയും ഉണ്ടല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഇട്ടേച്ച് പോരാൻ ഈ തള്ളയ്ക്ക്. നിങ്ങൾ ചിലർ വീട് മാറുമ്പോൾ ശ്രദ്ധിച്ചേ, ഉള്ള പന്ന സാധനം എല്ലാം കെട്ടിവെക്കുന്ന കണ്ടിട്ടില്ലേ? കൂടുതൽ ഈ തള്ളമാരാ. ഒരു 50 കുപ്പി, അത് മിക്കതിന് അടപ്പ് പോലും ഇല്ല, എന്നാലും കളയുകയല്ല. നിങ്ങളെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. ഒരു കാലില്ലാത്ത മേശ, ഇതോടെ അങ്ങോട്ട് വെച്ചോ, അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയും ഒക്കെ. സ്തോത്രം. പഴയ കന്നാസ്. ഞങ്ങൾ പണ്ട് വീട് ഒരാടെ സ്ഥലവും പേരും ഒന്നും പറയത്തില്ല, വീട് മാറിയപ്പം ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാനും വേറെ സഹോദരന്മാരും നമ്മുടെ ജൂബിദാനിയിൽ പാസ്റ്ററുടെ പിള്ളേരും ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് അവരെ ഞാൻ കൊണ്ടുപോയി. അവർക്കൊരു ഹെൽപ്പ്, കാരണം വേറെ ആൾക്കാരെ വിളിച്ചാൽ പൈസയൊക്കെ കൊടുക്കണ്ട. അപ്പം ഞങ്ങളാകുമ്പം അവർക്കൊരു ആശ്വാസത്തിന്. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ലോറിക്കകത്ത് കയറ്റുക, എടുത്തെടുത്ത് വെക്കുക. അവസാനം കൊച്ചുങ്ങളെല്ലാം അങ്ങ് കുഴഞ്ഞു, ഒരു കാപ്പി പോലും തരുന്നില്ല. അതാ അതിലും വിചിത്രം. പിന്നെ ഞാൻ ഈ പിള്ളേരെ എല്ലാം കൂടെ കടയെ കൊണ്ടുപോയി അവർക്ക് മേടിച്ച് കൊടുത്തു. ന്യായമായിട്ട് ഒരു പൈസ പോലും അവർക്ക് മുടക്കില്ല, ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ സാധനം എടുത്ത് വെക്കുക. ഇതുകൂടുണ്ട്, അതുകൂടുണ്ട്. പിന്നെ എന്നെ ബഹുമാനിച്ച് ഇവരാരും ഒന്നും വേണ്ടില്ല. 5-10 പേരുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ നമുക്ക് വെളിയിൽ പോയി കഴിക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് കൊച്ചുങ്ങളിതെല്ലാം എടുത്ത് വെച്ച് അങ്ങ് കുഴഞ്ഞ്. കുഞ്ഞപ്പം മരുമകൾ പറഞ്ഞു, അയ്യോ നീ ഒരു സാധനം കൊണ്ടുണ്ട്, പഴയ സാധനം. അപ്പോൾ ഈ ജൂബിദാനിൽ പാസ്റ്ററുടെ ഇളയ മോൻ ചോദിച്ചു, അമ്മച്ചിയാണോ എന്ന്. അവനങ്ങനെ ചോദിക്കും. അവരൊരു ആട്ടുകല്ല് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉരുട്ടി ഒരു ചാക്കിലോട്ട് ഇട്ടേച്ച് ചാക്കിൻ്റെ 4 വശവും പിടിച്ച് പൊക്കാനാണ്. അന്നേരം അവർ പറഞ്ഞു, ഒരു പഴയ സാധനമുണ്ട്, ഇവന് ഈ വെള്ളം കിട്ടാത്തതിൻ്റെ കലിപ്പുമുണ്ട്. അവൻ ചോദിച്ചു, അമ്മച്ചിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ഇപ്പം ചിലരെ ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കൊണ്ട് നടക്കാം. അമ്മച്ചിയെ കൊണ്ട് നടക്കുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. മാതാപിതാക്കളെ ബഹുമാനിച്ചോണം, അവരെ ആദരിച്ചോണം. അല്ലെ ഈ അമ്മച്ചിക്കാന്നേലും പറയണ്ടേ ഒരു കട്ടനിട്ട് കൊടുക്കാൻ. ഇതല്ലേയും മിണ്ടുന്നില്ല. അന്ന് ഈ മോനും മരുമകളും ചെയ്യണ്ടേ, അതും ചെയ്ത്. എന്ത് കഷ്ടപ്പാടാ. ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം.
ഈ അധ്വാനിക്കുന്നവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം. കാശ് ചിലപ്പം നമ്മുടെ കാണുകയില്ല. അവരോട് പറഞ്ഞാൽ മനസ്സിലാക്കിയോ എൻ്റെ ഇത്രയും പൈസ ഉള്ളൂ, പക്ഷെ ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. ഒരു മനുഷ്യൻ മതിയെന്ന് തൃപ്തിയോടെ പറയുന്നത് ഭക്ഷണം കഴിച്ച് നിറയുമ്പോഴാണ്. എൻ്റെ തത്വം അതാ, ഭക്ഷണം ആവശ്യത്തിന് കൊടുത്തോണം, വയറ് നിറച്ച് കൊടുത്തോണം. ഈ ഓരോരുത്തരെ അവരുടെ ശരീരത്തിൻ്റെ രീതി, അവരുടെ പ്രകൃതി അനുസരിച്ചാണ് കഴിക്കുന്നത്. അത് നമ്മൾ അതിന് ഒന്നും ഇടംകേടിടരുത്. നിനക്ക് ദീനവും കെടുത്തിയ ഒരു ചപ്പാത്തിയുള്ളൂ, അതുപോലെ മുഴുവൻ ആൾക്കാരും കഴിക്കണമെന്ന് പറഞ്ഞാലോ നീ ഒരു ജോലിയും ചെയ്യത്തുമില്ല. അതുപോലെ ആണോ കരിങ്കല്ലിന് പണിയുന്നവൻ, റോഡ് പണിയുന്നവൻ, വാഹനം നിരന്തരം ഓടിക്കുന്നവർ, നന്നായിട്ട് അധ്വാനിക്കുന്നവർ, അവർ കഴിക്കണം. ഒരു ജോലിയും ചെയ്യാതെ ദീനോ ഒരു ചപ്പാത്തിയും കഴിച്ചു പാമ്പിരുന്ന് വെച്ച് അതൊന്നും ശരിയായ നടപടിയല്ല. ഈ ഭക്ഷണം കഴിക്കുന്നതിന് കണക്ക് പറയരുത്, കണക്ക് പറയരുത്. ചിലർ ഈ ഭക്ഷണം ഉണ്ടാക്കിയാൽ കൊടുക്കുകയല്ല, കൊടുക്കാനല്ലേ ഇതുണ്ടാക്കിയത്. അനാവശ്യമായിട്ട് കളയരുത്. ഞാൻ കൂടെ പറയും, ഒരു ചോറ് പോലും കളയരുത്, പക്ഷേ വയറ് നിറച്ച് കഴിച്ചോണം. അത് നിങ്ങൾക്ക് എന്നല്ല ആർക്കും. വിശപ്പുണ്ടെങ്കിൽ ചോദിച്ച് മേടിച്ച് കഴിക്കണം. എനിക്ക് കുറച്ചുകൂടെ വേണം, ഉണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പോൾ വിളമ്പാൻ നിൽക്കുന്നവർ കൊടുത്തോണം. മിണ്ടുന്നില്ലല്ലോ, എൻ്റെ ക്രമം അതാ. സ്തോത്രം. ഒരാൾ ചിലപ്പോൾ അല്പം കൂടുതൽ കഴിക്കും, അവരുടെ ശരീരത്തിൻ്റെയും പ്രകൃതി അനുസരിച്ചാ. ഒന്നും മിണ്ടരുത്, അക്ഷരം മിണ്ടരുത്. നിനക്ക് വിളമ്പാൻ കഴിയാലേ വിളമ്പണ്ട, കൊടുക്കാൻ കഴിയാലേ കൊടുക്കണ്ട. നിന്റെ വീട്ടിലോട്ട് ആരെയും വിളിക്കുകയെ വേണ്ട. ഒരു മുട്ട പപ്പാതിയായിട്ട് നീയും മാപ്പിളയും പമ്മി ഇരുന്ന് കഴിച്ചോണം, അങ്ങോട്ട് ആരും വരികയില്ല. കഴിക്കുന്നതിന് കണക്കും പറയരുത്. ഭർത്താവ് കഴിക്കുന്നതിന്, ഭാര്യ കഴിക്കുന്നതിന്, പിള്ളേർ കഴിക്കുന്നതിന്, മാതാപിതാക്കൾ കഴിക്കുന്നതിന് കണക്ക് പറയരുത്. വിശപ്പിന് കൊടുക്കണം. അതൊരു ഭിക്ഷക്കാരനാണ് നമ്മുടെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പോഴും ചോദിക്കണം, കൊടുത്തെന്ന് പേര് കേൾപ്പിക്കരുത്. ഞാൻ വലിയ കൊടുപ്പുകാരനാ, അവർക്കൊട്ട് നിറയുകയില്ല. മിണ്ടുന്നില്ലല്ലോ, ഏന് ഒരു പരുവക്കേട്. ആഹാരം കൊടുക്കണം. ബാക്കി എന്ത് കൊടുത്താലും മനുഷ്യൻ മനസ്സോടെ പറയത്തില്ല മതിയെന്ന്. എന്നാൽ ഭക്ഷണം വയറ് നിറച്ച് കൊടുത്ത് അത് കഴിച്ച് വയറ് നിറയുമ്പോൾ നല്ല തൃപ്തിയോടാ പറയണം. അയ്യോ, തൊഴുതുകൊണ്ട് വേണേ പറയാം, അയ്യോ എനിക്ക് തൊള്ളി പോലും വേണ്ട, നിറഞ്ഞു മതി. അത് നല്ല പൂർണ്ണ തൃപ്തിയോടെ. പിന്നെ ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, അധികം ഇപ്പൊ ചോറ് കൊടുക്കുമ്പോൾ അധികം കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആ സമീപനവും സംസാരവും ഇടപാടും മുഖഭാവവും കൂടെ കാണുമ്പം ഒരു 50 വിഭവം കഴിക്കുന്നതിൻ്റെ പ്രകൃതിയാകും. ഇത് ഡൈനിങ് ടേബിളിൽ ഇഷ്ടം പോലെ കൂട്ടാനെല്ലാം വെച്ചിരിക്കുക, നിന്റെ മോന്ത തെളിയയില്ല, നിന്റെ നാവിന്ന് നേരും ചൊവ്വായിട്ട് വർത്താനോ വിളമ്പി കൊടുക്കുമ്പോ എന്നാ ഇതുവരെ കഴിക്കാഞ്ഞേ? കഴിക്കുന്നതിനോട് ചോദിക്കുക, മനസ്സിലായില്ലല്ലേ? മനസ്സിലാകുന്നില്ല. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നോ? ഉണ്ടോ? ഇത് വല്ലതും ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പോടത്തിൽ നിന്നൊന്നും കിട്ടിയില്ലേ? അവൻ കഴിച്ചതും കൂടെ പുറത്തോട്ടാകും. അങ്ങനല്ല. എനിക്ക് ഒരമ്മയെ അറിയാം. ആ അമ്മ ഭക്ഷണം വിളമ്പി തരുമ്പം എന്നാ മനോസുഖമാണെന്നറിയാവുന്ന അമ്മക്ക്. അമ്മ ഇപ്പം മരിച്ചുപോയി, നല്ല പ്രായത്തിലാണ് മരിക്കുന്നത്.
അവിടെ യോഗം നടത്തി കഴിയുമ്പോൾ കൂടെ കൂടെ എന്നെ വിളിച്ച് യോഗം നടത്തുക. അപ്പം യോഗം നടത്തുന്ന സമയത്ത് അവിടുന്ന് കഴിച്ചേ വിടുവുള്ളൂ. അപ്പം കഴിക്കാനിരിക്കുമ്പോൾ ഈ അമ്മ അടുത്ത് നിന്ന് ചട്ടയും മുണ്ട് കൊടുത്തൊരു അമ്മയാണ്. ഇപ്പോഴും ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു. ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോസുഖം. ആ ചമ്മന്തിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഞെരട്, അങ്ങനെയാണോ ഞെരടുന്നേ? ആ കൂട്ടാനും കൂടെ ഒഴിച്ച് അങ്ങോട്ട് ഞെരടിക്ക് ഒക്കെ പറഞ്ഞു തരിക. ഇച്ചിരി കൂട്ടാനുണ്ടല്ലോ, ഇച്ചിരി ചോറൂടെ അങ്ങോട്ട് ഇടേ. അതൊക്കെ മനസ്സിന് നല്ല അങ്ങനെ വേണം. എന്നെ എല്ലാവർക്കും ഒരു ചിലരങ്ങനല്ല, അത് ഓപ്പണായിട്ട് അങ്ങ് പറയുക. ചിലർ എനിക്കറിയാം, അതുകൊണ്ടാണ്. ഈ ഇല്ലായ്മക്കാരുണ്ട്, അത് നമുക്ക് അറിയാം. അവരെ കാണുമ്പോൾ അറിയാം അവരുടെ ഞെരുക്കം, ബുദ്ധിമുട്ട്. അല്പമേ ഉള്ളൂ, മതി, കടിച്ചേച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ദൈവം അവർക്ക് വിശാലത കൊടുക്കാൻ. എന്നാൽ നല്ലതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കൊടുക്കാത്തവരുണ്ട്. ഉണ്ട്. ഞാൻ എൻ്റെ പ്രകൃതിയൊക്കെ പറയാം, എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ഭക്ഷണമൊക്കെ എടുത്ത് മേശ വെക്കുമ്പോൾ ആവശ്യത്തിനെടുത്ത് വെക്കണം. ഇത് 50 പ്രാവശ്യം അടുക്കളയിലോട്ട് ഓടുന്നത്. ഒരു ചെറിയ പീലീസിനകത്ത് 5 പേരായിരിക്കുന്നെങ്കിൽ സൂക്ഷം 5 പീസ് മീൻ, 3 തലയും 2 വാലും. മനസ്സിലാകുന്നില്ല. കഴിക്കാൻ ആരോഗ്യമുള്ള പുരുഷന്മാരിരിക്കുമ്പോൾ അങ്ങനെയാണോ കൊണ്ടുവെക്കണ്ടേ? ഉണ്ടെങ്കിൽ ആവശ്യത്തിന് കൊണ്ടുവെക്കണം. കഴിക്കാനല്ലേ കൊടുക്കുന്നേ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ഉപവാസ പ്രാർത്ഥന ആ കഴിക്കുന്ന കാര്യം തന്നെ പാസ്റ്റർ, എന്നാൽ പിന്നെ അത് പറയുന്നില്ല, പോട്ടെ. മാന്യമായിട്ട് ഇടപെട്ടോണം. വിശന്ന് വരുന്ന ആർക്കും ഭക്ഷണം കൊടുത്തോണം. അത് അക്രൈസ്തവനെന്നോ നിരീശ്വരവാദിയെന്നോ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നിരീശ്വരവാദിയെന്നോ പിച്ചക്കാരനെന്നോ ഒന്നും വേറുകൃത്യം കാണിക്കരുത്. നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതൊരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം, സ്തോത്രം. അതെ. അപ്പൊ ഇവിടെ ഈ ലോത്തിന്റെ ഭാര്യയ്ക്ക് ഇതെല്ലാം വിട്ടേച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ട്. ഭൂതം കൈക്ക് പിടിച്ച് ഓടാൻ പറഞ്ഞു ഓടി. ഈ സ്ത്രീ പുറകോട്ട് നോക്കി. പോയിട്ട് വരുന്നവർ പറഞ്ഞ് ഇപ്പോൾ അവിടെ നിൽക്കുന്നെന്നാ എന്തോ. അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഓടി 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 ദൈവം പറഞ്ഞിടത്ത് പോകാൻ ഒക്കുന്നില്ല. ഒരു സ്ഥലം കണ്ടപ്പോൾ പറഞ്ഞ് ഞങ്ങള് ഇങ്ങോട്ടങ്ങ് കയറുക എന്ന് പറഞ്ഞു. എന്നാ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പറഞ്ഞു. കയറി അപ്പനും 2 പെൺപിള്ളേരും ഗുഹയ്ക്കകത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ചേഴുത്തിയും അനിയത്തിയും കൂടെ ഡയലോഗ്. മൂത്തവള് ഇളയവളോട്, മൂത്തവള് ഇളയവങ്ങളുടെ ഡയലോഗ് പറഞ്ഞതിൻ്റെ സാരം എന്നതേ ഉള്ളൂ. പെൺപിള്ളേരുടെ പേരൊന്നും അവിടെ എഴുതിയിട്ടില്ല. ഞാൻ 2 പേരിടാൻ പോവുക, കുഞ്ഞന്നാമ്മേ ഏലിയാമ്മേ. ഏലിയാമ്മ മൂത്തത്, കുഞ്ഞന്നാമ്മ ഇളയത്. അപ്പോൾ ഏലിയാമ്മ കുഞ്ഞന്നാമ്മയോട് പറഞ്ഞു, കുഞ്ഞന്നാമ്മേ എടീ, ഇനിയും ഭൂമിയിൽ ആമ്പിള്ളാരുമില്ല, ആകെയുള്ളത് ഈ അപ്പനാ. അതുകൊണ്ട് ഇനിയും നമുക്ക് കല്യാണം നടക്കുമെന്നൊന്നും വിശ്വാസം ഇല്ല. അനിയത്തി പറഞ്ഞു, അമ്മാമ്മേ ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി കേട്ടാനോ. അവിടെ ആയിരുന്ന 2 പേരെ നമ്മൾ ഇണക്കി വച്ചിരുന്നതാ. ബ്ലസനെ അവിടെ ഉണ്ടായിരുന്നില്ല 2 അഫെയർ, ബ്ലസനും ഗോഡ്സനും. അമാരും ഇപ്പം വെന്ത് വെണ്ണീറടിഞ്ഞു പോയി. സ്തോത്രം. ഇനിയിപ്പം നമ്മുടെ കല്യാണമൊന്നും നടക്കുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. ഷിനിയിപ്പം ചിന്തിക്കുക 40 കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ കല്യാണമൊന്നും അതൊക്കെ നടക്കും. സ്തോത്രം. കല്യാണമൊക്കെ നടക്കും. കുഞ്ഞനാമ്മ ചിന്തിച്ച പോലെ ഒന്നും ചിന്തിക്കണ്ട. സ്തോത്രം. ഷാനും അങ്ങനെ ചിന്തിക്കണ്ട. സ്തോത്രം. ഒക്കെ തക്ക സമയത്ത് ദൈവം അതൊക്കെ ചെയ്യും. പിന്നെ
നമുക്കും താല്പര്യം വേണം. ഇങ്ങനെ ചെണ്ടയും കൊട്ടി നടന്നാൽ പോരാ. അപ്പൊ ശ്രദ്ധിക്കുക, മൂത്തവള് ഇളയവളും കൂടെ സംസാരിക്കുക. ഇനി നമ്മുടെ കല്യാണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല. നമുക്ക് സന്തതി ലഭിക്കണം. ചുരുക്കി പറഞ്ഞാൽ, പ്രമാണം വിട്ട്, വഴി വിട്ട്, വ്യവസ്ഥ തെറ്റി അപ്പനാൽ 2 പെൺകുട്ടികൾ ഗർഭവതികളായി. ആ 2 പെൺകുട്ടികൾ 2 തലമുറയെ പ്രസവിച്ചു. ആ 2 തലമുറയുടെ പേരാണ് ഒരുത്തൻ മോവാബ്യനും ഒരുത്തൻ അമ്മോന്യനും. സ്തോത്രം. മൂത്തവള് ഒരുത്തനെ പ്രസവിച്ചു. 37-ാമത്തെ വാക്യം വായിച്ചേ. 36 മുതൽ വായിച്ചേ. ഇങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. കണ്ടോ, അധപ്പതനം. വിശ്വാസത്തിൽ ഇറങ്ങിയ ആളാ, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയ ആളാ. അബ്രഹാം യാഗം കഴിച്ചപ്പോൾ എന്റെ ചിന്ത യാഗപീഠം അടുക്കാൻ കൂടെ നിന്നതാ. യവനും കൂടെ കൂടിയായിരിക്കും കല്ലെടുത്ത് വെച്ചത്. യവനൂടെ കൂടിയായിരിക്കും ആ കുഞ്ഞാടിനെ അല്ലെങ്കിൽ യാഗവസ്തുവിനെ അറക്കാൻ കൂടിയത്. യവനും കൂടെ കൂടിയായിരിക്കും തോലുരിഞ്ഞത്. തീ ഇറങ്ങുന്നത് ഈ പുള്ളി കണ്ടതാ. പക്ഷെ ജീവിതത്തിൽ വന്ന തകർച്ച കണ്ടോ? ഞാൻ ആദ്യം പെന്തിക്കോസ് വന്നതാ. ഞങ്ങൾ പണ്ട് നന്നായിട്ട് ആത്മാവിൽ ബലപ്പെട്ടതാ. എന്തുവായിരുന്നു അന്ന്? ലോത്തിനും ഇതൊക്കെ പറയാ. എന്തുവായിരുന്നു? അയ്യോ, ഞങ്ങളുടെ ഉപ്പാപ്പന്റെ ആരാധന. ഉപ്പാപ്പൻ ആരായിരുന്നു? ഉപ്പാപ്പന്റെ വിശ്വാസം. നീ ഉമ്മ ഇങ്ങനെ പെടല് വെട്ടിക്കുന്നല്ലാതെ ലോകത്തിന് വകുപ്പൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഞങ്ങൾ എന്ത് നടന്നിട്ടുണ്ടെന്നറിയാമോ ആരംഭകാലത്ത്? ആണോ? പിന്നെ അയ്യോ, ഊരിന്നൊരു നടപ്പ് നടന്ന് ഞങ്ങള് ഹാരാൻ വരെ. എന്ത് വണ്ടിയോ വല്ലോ ഉണ്ടോ? അവസാനത്തെ കാലയെ കല്ല് കാച്ചി ഉപ്പാപ്പനാ പിന്നെ തിരിതല്ലിയത്. അതാ പഴയ വകുപ്പ് പറയുന്നവരാ. അന്നത്തെ നടപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെസപ്പൊട്ടോമിയയിൽ നിന്നല്ലേ ഇറങ്ങിയത്. വണ്ടിയോ വെള്ളം വല്ലതും ഉണ്ടോ? ഞങ്ങൾ പോയിടത്തെല്ലാം പരസ്യയോഗം നടത്തുകയായിരുന്നു. ഉപ്പാപ്പനാണ് വാക്യം വിളിച്ച് പറയും, ഞാൻ പ്രസംഗിക്കും. എന്ത് പരസ്യയോഗം! ഞങ്ങൾ മെസപ്പൊട്ടോമിയ മുതൽ ഞങ്ങൾ പരസ്യയോഗം. ഇതൊക്കെ വകുപ്പൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ ചെന്ന് നിൽക്കുന്ന കണ്ടീഷൻ എങ്ങനെയുണ്ട്? ഇതിൽ കൂടുതൽ തകർച്ച വരാനുണ്ടോ? നിന്നെ വിളിച്ച വിളിക്ക് യോഗ്യമായി നിന്നില്ലെങ്കിൽ, നിന്നെ ആക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ, പാരമ്പര്യം പറഞ്ഞിട്ടോ, നേരത്തെ ഇറങ്ങിയതാന്ന് പറഞ്ഞിട്ടോ, പരസ്യയോഗം നടത്തിയതാന്ന് പറഞ്ഞിട്ടോ, കൺവെൻഷന് പ്രസംഗിച്ചതാന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ആരംഭ സമയത്ത് ഇറങ്ങിയതാന്ന് പറഞ്ഞിട്ടോ ഒരു പ്രയോജനവുമില്ല. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 19:36 വായിക്കുന്നത് ഇങ്ങനെ: ലോത്തിന്റെ 2 പുത്രിമാരും അപ്പനാൽ ഗർഭം ധരിച്ചു. ഇത് കൂടുതൽ അധപ്പതിക്കാൻ എന്തുകൊണ്ട്? ഇതിൽ കൂടുതൽ എന്തോ നാണക്കേട് വരാനാ? വ്യവസ്ഥ തെറ്റി തലമുറകൾ ജനിക്കുന്നു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് മോബാബ് എന്ന, അവനാണ് ഇന്നുള്ള മോബാബിയർക്ക് പിതാവ്. അടുത്തത് അവളും ഒരു മകനെ പ്രസവിച്ചു. ഇങ്ങനെ 2 എണ്ണം. വ്യവസ്ഥ തെറ്റി ജനിച്ച 2 സന്തതി. ഇതിനകത്തെ ഒരു ആത്മീക പാഠം: മാതാപിതാക്കൾ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ഭജിച്ചോണം. തലമുറയ്ക്ക് ശാപം വരുത്തി വെക്കരുത്. തലമുറയ്ക്ക് ദോഷം വരുന്ന യാതൊരു ചെയ്വനെ ഇടപാടും ഒന്നും പാടില്ല. വിളിച്ച വിളിക്ക്
യോഗ്യമായിട്ട് നിന്നോണം. ഞാൻ അധികം വിവരിക്കുന്നില്ല. അമ്മോന്യര്, മോവാബ്യര്, പിന്നെ മെയൂന്യര് ചിലര്. ഇത് യേശാവിന്റെ പരമ്പരപ്പെട്ടവരാ. അതും പരുവക്കേടാ. എന്നാൽ ഈ 3 ശക്തികൾ, ത്രിവിധ ശക്തികൾ ഇവിടെ യഹോശാഫാത്തിന് വിരോധമായിട്ട് യുദ്ധത്തിന് വരിക. സ്തോത്രം. അപ്പൊ യഹോശാഫാത്തിന് വിരോധമായിട്ട് യുദ്ധത്തിന് വന്നു. ആരാണ് ഈ യഹോശാഫാത്ത്? സ്തോത്രം. ആസായുടെ മകനാ. ആസായുടെ അപ്പൻ അബിയാവ്. അബിയാവിൻ്റെ മകനാകുന്ന ആസയുടെ മകനാണ് യഹോശാഫാത്ത്. ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല. പണ്ട് പാപ്പച്ചൻ പറഞ്ഞ പോലെ അധികം ചരിത്രമൊന്നും പറയുന്നില്ല. ഈ യഹോശാഫാത്തിനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ശേഷം ഏതിൻ്റെ ശേഷം അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം? 1-2 സംഭവങ്ങൾ പറയാം. അതിൻ്റെ ശേഷം ഒന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതാ, നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാ. 1 ബന്ധുത കൂടിയതിന് ശേഷം. 2 സമ്പത്ത് വർദ്ധിച്ചതിന് ശേഷം. 3 ബിസിനസ് കേമപ്പെട്ടതിന് ശേഷം. അപ്പൊ 1 ബന്ധുത കൂടിയതിന് ശേഷം, 2 സമ്പത്ത് കൂടിയതിന് ശേഷം, 3 ബിസിനസ് കേമപ്പെട്ടതിന് ശേഷം. ഈ യഹോശാഫാത്തിനെ പറ്റി പഠിക്കുമ്പോൾ പുള്ളിയുടെ ആരംഭകാലമെല്ലാം വലിയ തരക്കേടില്ലായിരുന്നു. ആരംഭ സമയം അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുക, അവൻ തന്നെ അപ്പനാകുന്ന ദാവീദിന്റെ ആദ്യത്തെ വഴി നടന്നെന്ന. നിങ്ങളാണ്ട് 17-ാം അധ്യായത്തിന്റെ യഹോശാഫാത്ത് തന്റെ പിതാവ്, 3-ാം വാക്യം, യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും. ആദ്യത്തെ വഴി. അപ്പം ദാവീദിന്റെ ആദ്യത്തെ വഴി. അപ്പം അതിന്റെ അർത്ഥം എന്നാ? ദാവീദിന് 2ാമത്തെ വഴിയുണ്ട്. 2 വഴി തന്നല്ല, പലർക്കും പല വഴിയാ. യോഗത്തിന് പോരുവാനും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. യോഗത്തിന് ഇവിടെ വരാതെ വേറെ വഴി കൂടെ മിണ്ടുന്നില്ല. സ്തോത്രം. പല വഴിയാ. ദാവീദിന്റെ ആദ്യത്തെ വഴി നല്ല വഴിയായിരുന്നു. പിന്നെ 11-ൽ ഒരു ചെറിയ പരുവക്കേട് വഴി വിട്ട് പോയത്. ആ വഴി വിട്ട് പോയത് അറിയാമല്ലോ. പുള്ളി നേരെ സന്ധ്യയായപ്പം ടെറസിന്റെ മണ്ടേ കയറി. സന്ധ്യക്ക് ടെറസിന്റെ മണ്ടേ കയറി ദൃഷ്ടി നിരക്കാത്ത ഭാഗത്തേക്ക് പോയി അതിൽ തന്നെ രസിച്ചു. അങ്ങനെ ആ വഴി പാപവഴിയായി. അവിടെ വായിക്കും, ശൗമേന്റെ പുസ്തകം പഠിക്കുന്നത് ഒരു നാൾ സന്ധ്യയാകാറാ സമയത്തെന്ന. ഒരു നാൾ സന്ധ്യ മതി അതൊന്നും മൊത്തം വായിക്കണ്ട. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത്, ആ പ്രയോഗം ആ സന്ധ്യ സമയം. അങ്ങനെ ആ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടത്. സങ്കീർത്തനത്തിൽ പണ്ട് പാടി, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കേണ്ട പുള്ളി നേരെ ടെറസേ കയറി. അതാ കുഴപ്പടി വന്ന് കണ്ടോ. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം. ഇപ്പൊ നിങ്ങൾ ചില തെറ്റിദ്ധരിക്കരുത്. ഈ സഭ വന്നാൽ ചെല്ലിപ്പോൾ ആരാധിക്കത്തില്ല, ഇവിടെ പാട്ട് പാടുമ്പോൾ കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല, ആത്മാവില്ല. എന്നിട്ട് വിവാഹ ശുശ്രൂഷ സമയത്ത് എല്ലാവരും ആരാധിച്ചാണ്, അന്നേരമാണ് അവിടെ ആരാധിക്കുന്നേ. ആണോ? സഭയിൽ നടക്കുമ്പോൾ ഇവനിങ്ങനെ വാർതാനിരിക്കും പോലായിരിക്കുന്നേ. എന്നുവെച്ചാൽ വിവാഹ ശുശ്രൂഷ സമയത്ത്
അക്രൈസ്തവൻ കാണും, നിരീശ്വരവാദി കാണും, ദൈവത്തെ വിളിക്കാത്തവൻ കാണും, സമുദായസ്ഥൻ കാണും, ഹൈന്ദവ സ്നേഹിതന്മാർ കാണും, മുസ്ലിം സഹോദരന്മാർ കാണും, പലരും കാണും. അവരോടാ പറഞ്ഞത് എല്ലാവരും ആത്മാവിലായിക്കണ്. അവരോടൊക്കെ ദൈവമേ ഇതിനകത്ത് വന്ന് എന്തൊരു കഷ്ടമാണ്. നമുക്ക് ആരാധിക്കാനില്ലേ സഭ? സഭായത്തിന് വരുത്തുമില്ല, വന്നായിട്ട് കൈ ഓടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല. വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരും ഉടനെ അതിൻ്റെ വോളിയം എല്ലാം കൂടെ കൂട്ടി മേളമാക്കി എന്തോ ഒരു അതിനെന്നാ പറയുന്നത്, ഒരു ഇംഗ്ലീഷ് വേർഡ് പറയുന്നത് എന്തോ അതിനെ പറയുന്നത്, അപ്പനും അമ്മയും മരിച്ചു കിടക്കും. അന്നേരം വലിയൊരു ആത്മാവി നിറഞ്ഞോളാൻ. മരിച്ചു കിടക്കുമ്പോഴോ സഭയിൽ വന്ന ഇവന്മാരും ആത്മാവിലാകുകയല്ല. മരിച്ചു കിടക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലര് ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. നമ്മളതിനെതിരല്ല. ഇതിപ്പോൾ അതൊരു ഒരു എന്തുവാ ഒരു പ്രോഗ്രാമായിട്ടാണ്. നമുക്ക് ചാക്കോച്ചനെ വിളിക്കണം, പുള്ളി കല്യാണത്തിന് എല്ലാവരെയും ആരാധിപ്പിക്കും. ചുമ്മാ ഇരിക്കുന്നവന് കണ്ടിതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ അവനിങ്ങനെ നടന്ന്. ഞാൻ ആരാധനയ്ക്കെതിരല്ല. ചില മരണവീടുകളിൽ, ചില വിവാഹ ശുശ്രൂഷയിൽ, ചില പ്രത്യേക സന്ദർഭത്തിൽ ആത്മാവിൽ ബലപ്പെടാറുണ്ട് ചിലര്. എതിരല്ല, അതൊരു പ്രത്യേക സന്ദർഭമാണ്. എന്നാൽ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇവര് നേരത്തെ നമുക്ക് ഏത് പാട്ട് പാടിയല്ല എല്ലാവരും ഇളക്കാൻ ഒക്കുന്നത്. എന്നാ പറയും ഇന്ന പാട്ട്, അത് ആര് പാടിയല്ല എറിക്കുന്നത്. എന്നല്ല അവനെ കൊണ്ടുവരാം. അവനാകുമ്പോൾ ഇളക്കും. അവൻ പണ്ട് കേറ്ററിങ്ങിലായിരുന്നു. അവിടുത്തെ ജോലി റിസൈൻ ചെയ്തേച്ച് ഏനാന്ന് കാട്ടിക്കൂട്ടുന്നത്. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, വചനം ധ്യാനിക്കേണ്ട സമയത്ത് വചനം ധ്യാനിക്കണം, ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം. ഉപവസിക്കാൻ അവസരം കിട്ടുമ്പോൾ ഉപവസിക്കുകയല്ല. പിന്നെ അവസാനം കടന്നുകൂടെ. ഞാനും പണ്ട് കടന്നുപോയ ദാനിയേൽ മാത്യം കൂടെ ഒരു വീട്ടിൽ ചെന്നു ശുശ്രൂഷയ്ക്ക്. അപ്പം ശുശ്രൂഷ കഴിഞ്ഞ് ആ വീട്ടുകാർ ഭക്ഷണം കൊണ്ട് തന്ന് ഞാനും അദ്ദേഹം ഇരിപ്പുണ്ട്, വേറെ 1-2 പേരുണ്ട്. അപ്പം പുള്ളി രസികനാണ്, രസകരമായിട്ട് പുള്ളി സംസാരിക്കും. അപ്പം എനിക്കും ഭക്ഷണം എടുത്തന്ന് ഞാനും അങ്ങോട്ട് വിളമ്പി കൊടുത്തു. അപ്പം ഞാൻ ഈ വേറെ 2 പേരുണ്ട്, അതിലൊരാൾക്ക് ഞാൻ അങ്ങോട്ട് വിളമ്പി പറഞ്ഞു, അത് വേണ്ട. ഞാൻ പറഞ്ഞത് ബീഫാണ്. വേണ്ട 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 വേണ്ട. അപ്പം ദാനിയേൽ മാത്യു പുള്ളീനെ എന്നെ ഒന്ന് നോക്കി. പുള്ളിയുടെ നോട്ടമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ മെഴുക്ക് വരട്ട് കൊടുത്തു. അയ്യോ വേണ്ട വേണ്ട, എണ്ണയാ. ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു, അത് കൊടുത്തു. വേണ്ട വേണ്ട വേണ്ട. എന്നൊരു പപ്പടം. അയ്യോ ഉപ്പ. എന്നാ ഇച്ചിരി അച്ചാറ്. അയ്യോ തൊടാനൊക്കത്തില്ല. അയ്യോ കൊടുക്കുന്നതൊന്നും പുള്ളിക്ക് വയ്യ. അപ്പം ഞാനല്ല, അവിടെ ദാനിയേൽ മാത്യു വളരെ രസകരമായിട്ട് പുള്ളിയോട് ചോദിക്കുക, നേരത്തെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് പിടി കിട്ടിയില്ല. ഞാൻ ചോദിച്ചെന്നാ, അല്ല നേരത്തെ ഈ പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെയൊക്കെ ഉഴപ്പി അടിച്ച് നടക്കുന്നവനാണ് ഇപ്പം പരുവക്കേടാകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പം ഒന്നും തൊടാനും മേലെ ഒന്നും കഴിക്കാനും. സ്തോത്രം. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ, വന്നവരെ വിടിവിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളെത്തുകയുള്ളൂ. ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത്. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വചനം വായിച്ചോണം, കൈക്ക് ആക്കമുള്ളപ്പം കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശബ്ദമുള്ളപ്പോൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം, കൈക്കും കാലിനും ആക്കവും ബലമുള്ളപ്പോൾ യോഗത്തിന് പൊക്കോണം. നഷ്ടപ്പെടുത്തരുതെന്നായി പറഞ്ഞത്. കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിക്കേണ്ട ഇസ്രായേലിന്റെ മധുര ഗായകൻ
സന്ധ്യാസമയത്ത് ദൈവസന്നിധിക്ക് മുട്ടുമടക്കേണ്ടവൻ നേരെ തറസിന്റെ വണ്ടേ കയറി. കുഴപ്പടി കണ്ടോ? അവിടെ നിന്ന് പുള്ളി ഇല്ല ഇത് നോക്കുന്ന ബൈനോക്കുലർ എന്തുവാ അതിന് പറഞ്ഞേ? ആ അന്നേരം താണ്ടൊരു അമ്മാമ്മ ജനമേ എന്നാ അവിടെ ഇരിക്കുന്നു. മനസ്സിലായോ? അന്നേരം തിരിച്ചു വന്ന് പ്രാർത്ഥിക്കണ്ടേ? യോ എന്റെ സന്ധ്യാസമയമാ, ഞാൻ പ്രാർത്ഥിക്കാനൊത്തില്ലല്ലോ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, മുട്ടുമടക്കണ്ടേ? പുള്ളി ഉടനെ ആ പിക്ചർ എടുത്തേച്ച് അടുത്ത് നിന്നവരോട് പറഞ്ഞു, ആ സിസ്റ്റർ ഏതാന്ന് പറഞ്ഞു. എന്നെ അടുത്തയാ. ഇത് ദാവീദിന്റെ രണ്ടാമത്തെ വഴിയാ. ആ വഴിയല്ല, യഹോശാഫാത്ത് ആദ്യത്തെ വഴി. ആദ്യത്തെ വഴി ആരാന്ന് ഞാൻ എൻ്റെ ചിന്തയിലങ്ങ് പറയാ. ആ പെട്ടകം ഈ വീട്ടിൽ എല്ലാവരും കൂടെ ശൗമേല് വന്ന് വിളിച്ചപ്പം തന്നെ ക്ഷണിച്ചില്ലല്ലോ, ആടുകളെ തീറ്റി നടക്കുകയല്ലേ. ആ സന്ദർഭത്തിലുള്ളൊരു നല്ല വഴിയാ. ആടുകളെ തീറ്റുന്ന സമയത്തും ആമ ഇടയനായിട്ട് ആടുകളെ മേയിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ ചിന്തയും വിചാരവും ശ്രേഷ്ഠ ഇടയനായ ഒരുവൻ മുകളിലുണ്ട്. സ്തോത്രം. ആ ഇടയനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഇടയനുമായിട്ടുള്ള ബന്ധമാണ് നല്ല ബന്ധം. ദാവീദിന്റെ ആദ്യത്തെ വഴി ആട്ടെ. യഹോശാഫാത്ത് തന്റെ അപ്പനാകുന്ന ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടന്നു. അത് നല്ല കാര്യമാണ്. ആദ്യത്തെ നല്ല വഴിയിൽ കൂടെ നടന്നു. ഇനി എന്നെ 4-ാം വാക്യം വായിച്ചാട്ടെ. തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടന്നില്ല, മറിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടന്നു. ഈ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശി എടുക്കുന്നവരോടാണ് ഇനി പറയുന്നത്, വേറെ ആചാരപ്രകാരം നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് തന്നെ നിനക്ക് പുതിയ ഡ്രസ് ഇടണമെന്ന് തന്നെ നിർബന്ധം. ഇന്ന് തന്നെ പായസം കുടിക്കണമെന്ന് തന്നെ ഇത്ര നിർബന്ധം. ഞാൻ പെന്തിക്കോസുകാരോടായി പറയാനെ. ഇന്ന് തന്നെ നിനക്ക് കസവുമുണ്ട് ഉടുക്കണമെന്ന് തന്നെ ഇത്ര നിർബന്ധം. ഇന്ന് തന്നെ നിനക്ക് സെറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെ ഇത്ര നിർബന്ധം. സ്തോത്രം. ഇന്ന് തന്നെ അവിയല് സാമ്പാറും പരിപ്പും പപ്പടവും പ്രഥമനും പഴവും എല്ലാം കൂട്ടി ഇന്ന് തന്നെ അതിനെ ഇത്ര നിർബന്ധം. ഇസ്രായേലിന്റെ ആചാരപ്രകാരം യഹോശാഫാത്ത് നടന്നില്ല. ഞാനിത് പെന്തിക്കോസുകാരടാ പറയുന്നത്. എങ്ങനത്തെ പെന്തിക്കോസ്? രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന പെന്തിക്കോസുകാരടായി പറയുന്നത്. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആളല്ല. ഈ വിധത്തിലുള്ള നീ വേറെ ആചാരത്തിന് കൂട്ടു നിൽക്കരുത്. സ്തോത്രം, സ്തോത്രം. കുഴപ്പടിയായി തീരും. പിള്ളേർ നിർബന്ധിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മോനെ നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്കിത് ഇന്നലെ തന്നെ ഉടുപ്പ് മേടിച്ചു കൊടുക്കണം കൊച്ചിന്. സ്തോത്രം. ഇന്നലെ തന്നെ കാശില്ലാഞ്ഞിട്ട് ആരാണ്ടിട്ട് കടം എന്തോര് അങ്ങനല്ലയോ ചൊല്ല്, കാണം വിറ്റും പിന്നെ ഉണ്ണുന്നവരുണ്ണട്ടെ. ഞാൻ പെന്തിക്കോസുകാരടായി പറയാൻ.
ഉള്ള കൊന്ത്രാക്കൊള്ളി എല്ലാം ഒപ്പിച്ചു ഞായറാഴ്ച ഇങ്ങോട്ട് വന്ന് തുമ്പിതുള്ളുമ്പോൾ ഇരുന്ന് മനസ്സിലാകുന്നുണ്ടോ? ആട്ടെ, പെട്ടെന്നങ്ങ് നിർത്താം. ഇസ്രായേലിന്റെ ആചാരപ്രകാരം യഹോശാഫാത്ത് നടന്നില്ല. അടുത്ത വാക്യം, യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു. ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? അധ്യായത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അടുത്ത ഭാഗത്തോട്ട് വരാം. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ യഹോശാഫാത്തിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ യഹോവ നിന്റെ കൂടെ ഇരിക്കും. 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെയും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ. ദൈവം കൂടെ ഇരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, നീ ദൈവത്തിന്റെ കൽപ്പന അക്ഷരം പ്രതി നിന്നാലാവും വിധം അനുസരിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിച്ചാൽ ദൈവം നിന്റെ കൂടെ ഇരിക്കും. നിനക്കൊരു ദോഷവും വരികയില്ല, ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഹല്ലേലൂയ! ദൈവം നിന്റെ കൂടെ ഇരിക്കും. 2, അവിടെ യഹോശാഫാത്തിനോട് ബന്ധപ്പെട്ട് രാജ്യത്വം ഉറപ്പിക്കും. രാജ്യത്വം ഉറപ്പിക്കും. സ്തോത്രം. രാജ്യത്വം ഉറപ്പിക്കും. നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ നിന്നെ ദൈവം ഉറപ്പിക്കും. അല്ലെ നീ ജാനം അതിലും. സ്തോത്രം. കടൽത്തിരയ്ക്ക് സമനായി തീരും. സ്ഥിരത കാണുകയല്ല, ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. 3, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ലഭിക്കുന്നത്, നീ ഉദ്ദേശിക്കാത്ത പലരും നിനക്ക് കാഴ്ച കൊണ്ടുതരും. ശ്രദ്ധിച്ചേ, എല്ലാവരും ഇവര് കൊണ്ടുവന്ന് ഞാൻ നമുക്കുള്ള ആത്മീയ പാഠം പറയാം. നീ ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ച് നിന്നാൽ നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് ഓരോന്ന് തരും. അതിന് യാതൊരു തർക്കവുമില്ല. നീ ഇരിക്കുന്ന ഇടത്ത് നീ കൽപ്പന പ്രമാണിക്കാതെ നിന്നാൽ നീ ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കും. ആരെ കണ്ട ഊരെ പിടിക്കാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. പരീക്ഷിക്ക്. മലാക്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. നിങ്ങളൊന്ന് പരീക്ഷിച്ചു, അത് വേറെ സബ്ജക്റ്റ് ആണെങ്കിലും പ്രയോഗം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് നിന്നേ, ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. ചിലർക്ക് നൂലെ കെട്ടിയാൽ ആ നൂലെ കെട്ടി ദൈവം ഉറക്കും. ദൈവം വിശ്വസ്തനാ. ഇല്ല ഇങ്ങനെ നീ നെടുക നടന്ന് ചോദിക്കും. മനസ്സിലായോ? ചോദിച്ച് നിന്റെ ഊപ്പാട് വരും. ഒന്നും ചോദിക്കണ്ട. നീ പ്രമാണത്തിലും വ്യവസ്ഥയിലും ചിട്ടയിലും നിന്നേ, നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുവരും. വ്യക്തികളെ ദൈവം ഒരുക്കുമെന്ന് ഏലിയാവിനോട് പറഞ്ഞ് നീ അവിടെ ഇരുന്നാ മതി, ടൈം ആകുമ്പോ കാക്ക അവിടെ വന്നോളും. നീ അവിടെ അങ്ങ് ഇരുന്നാ മതി. അത് എവിടുന്ന് ഏത് സ്റ്റേറ്റിൽ നിന്നാ കാക്ക വരുന്നേ? അതൊന്നും ദൈവത്തോട് ചോദിക്കണ്ട. ചിലപ്പോൾ ആഫ്രിക്ക എന്നായിരിക്കും ദൈവം കാക്കെ അയക്കുന്നത്, ചിലപ്പം കാവാലത്തിൽ നിന്നായിരിക്കും, ചിലപ്പോൾ തിരുവല്ലായിൽ നിന്നായിരിക്കും, അല്ലെ ചിലപ്പോൾ ഓതറ എന്നായിരിക്കും, അല്ലെ ചിലപ്പം നോർത്ത് ഇന്ത്യ എന്നായിരിക്കും, ഇല്ല ഗുജറാത്തിൽ നിന്നായിരിക്കും, ഇല്ല സെക്രട്ടേറിയറ്റിൽ നിന്ന് കാക്ക വരും, ഇല്ല ഡൽഹി പാർലമെന്റിൽ നിന്നായിരിക്കും. എവിടുന്നേലും കാക്ക വരും. ദൈവത്തിന് കഴിയാത്ത കാര്യമല്ലോ ഉണ്ടോ? ഏത് കാക്കയാ, ഏത് സ്റ്റേറ്റിൽ നിന്നാ, എങ്ങനത്തെ കാക്കയാ, അതൊന്നും നിന്റെ വിഷയമല്ലത്. നീ അവിടെ കരിയത്തിൻ്റെ അവിടെ ഇരിക്കണം. ദൈവം പറഞ്ഞ അനുസരിച്ച് കൽപ്പന പ്രമാണിച്ച് അവിടെ ഇരിക്കുമ്പോൾ ടൈം ആകുമ്പോൾ
അത് മലങ്കാക്കയാണോ, കറുത്ത കാക്കയാണോ, രാമൻ കാക്കയാണോ, നീർക്കാക്കയാണോ, അതൊന്നും നീ ചിന്തിക്കണ്ട. കാക്ക വരുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ നീർക്കാക്ക വന്നാലേ മേടിക്കുള്ളൂ. ശടിക്കരുത്, ദൈവം അയക്കുന്നത് അവിടെ വരും. സ്തോത്രം, സ്തോത്രം. ചാമമേറ്റു താരാപാത്തിൽ സഹിച്ചിടിലോ, മരിക്കുവാനൊരു കമായിരുന്നിടിലോ. ചാമമേറ്റു സാരാപാത്തിൽ ഓ മരിക്കുവാനൊരു കമായി ഇരുന്നിടിലോ. കാലത്തിലെ മാവുരശ കുടയുന്നില്ല, എൻ്റെ കലശത്തിലെണ്ണാകവിഞ്ഞൊഴുകിടുമേ. കാലത്തിലെ മാവുരശം കുറയുന്നില്ല, ഓ കലശത്തിലെണ്ണാകവിഞ്ഞൊഴുകിടുമേ. എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുവാൻ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നോ, ചുമതുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നോ, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഓ ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരും. ഓ ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ, ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചിവാകാരത്തിൽ തരും ജീവ, ഉറവയും തോടടിക്കൂ ദാഹം തീർത്തിടും. ഓ അപ്പവും ഇറച്ചിവാകാരത്തിൽ തരും ജീവ, ഉറവയും തോടടിക്കൂ ദാഹം തീർത്തിടും. ഓ എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നു, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നു, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. എനിക്കായി കരുതുവാൻ ഇകത്തിനില്ലേ ഒന്നു, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമരിൽ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നീ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിന്നാലാവും വിധം അനുസരിച്ച് നിന്നാൽ നീ ഇരിക്കുന്ന ഇടത്ത് ദൈവം കൊണ്ട് തരും. ആർക്കും കത്തെഴുതുകയും വേണ്ട, ആരോടും ചോദിക്കുകയും വേണ്ട. ചില പറയത്തില്ല, പാസ്റ്ററുടെ ഒരു ലെറ്റർ വേണം, സെൻട്രൽ പാസ്റ്ററുടെ ഒരു ലെറ്റർ വേണം, പിന്നെ 2 സാക്ഷികൾ. ചുമ്മാ ഇതെല്ലാം കൂടെ അവിടെ അപേക്ഷ കൂട്ടിയിട്ടിരിക്കുക. ഞാൻ വേറെ പുസ്തകത്തിന് വിളിച്ചിട്ട് പറയാം, നീ ഒരു കാര്യത്തിനും പോകണ്ട. എടാ, കോരശിന്റെ മനസ്സിനെ ഉണർത്തിയവനാ ദൈവം. ജാതികരായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവത്തിന് ചിലരുടെ മനസ്സുണർത്താൻ മേലേ നീ ആത്മാവിൽ പോരാടി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ചുമ്മാ കിടക്കുന്നവന്റെ മനസ്സ് ദൈവം ഉണർത്തും. സ്തോത്രം, സ്തോത്രം. ദൈവം വിശ്വസ്തനാ. ഇന്നയാടെ മനസ്സുണർത്താനൊന്നും നീ പ്രാർത്ഥിക്കണ്ട. നിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിച്ച് മുടങ്കാലിലിരിക്കണം. ചിലക്ക് ദൈവം സ്വസ്ഥത കൊടുക്കുകയല്ല, പ്രാർത്ഥനയിൽ പോരാടണം. ഇത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് മുഴുവൻ ഇരുന്ന് എന്നാ ഉണ്ട്, വേറെ എന്നാ ഉണ്ട്, പിന്നെ എന്നാ ഉണ്ട്, പിന്നെ മറ്റേ കാര്യം എങ്ങനെയായി, വേറെ എന്നാ ഉണ്ട്, ഉമ്മ ഇരുന്ന് മുക്കുക ഞരങ്ങ് ആ സമയം ഇരുന്ന് പ്രാർത്ഥിര്.
നീ ഇരിക്കുന്നിടത്ത് കൊണ്ടുവരുമെന്ന്. നിന്നെ തേടി, അങ്ങനല്ലേ പുസ്തകത്തിലെ പ്രമാണം. നന്മയും കരുണയും ഇരിക്കുന്നിടത്തോട്ട് നീ ചെല്ലുമെന്നല്ല, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. പുതിയ പ്രയോഗമുണ്ട്, അവരെ അനുഗമിച്ച് ആത്മീയ പാറ. ഇവരിങ്ങനെ പോകുമ്പോൾ പാറ വന്നങ്ങ് അനുഗമിച്ചുകൊണ്ടിരിക്കുക. അവരെ അനുഗമിച്ച ഇവരിങ്ങനെ പോവുക, അവരങ്ങോട്ട് പോകുമ്പം അനുഗമിച്ച പാറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല വെള്ളം, സ്തോത്രം, ഇരിക്കുന്ന ഇടത്ത് ദൈവം കൊണ്ട് തരും. കല്ലിശ്ശേരി വേല നടക്കുന്ന സമയത്ത് ഭക്തൻകുട്ടിയപ്പച്ചനുള്ള കാലത്ത് ആ പറഞ്ഞുള്ള അറിവാ. 3-4 ദിവസമായിട്ട് മുഴു പട്ടിണി, ഒന്നുമില്ല. അന്നധികം വാഹനങ്ങളില്ലല്ലോ, ഇലക്ട്രിസിറ്റിയും സുലഭമല്ല. വടക്കീന്ന് ഒരു വണ്ടി, വലിയ പഴയ ലോറി, സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന പലചരക്കും മറ്റു കാര്യങ്ങളെല്ലാം. അർദ്ധരാത്രി സമയത്ത് ആ കല്ലിശ്ശേരി പെയ്ത്തോമിൻ്റെ അവിടെ വന്നപ്പോൾ ടയറിന് കുഴപ്പം, വണ്ടി അവിടെ നിർത്തി. അർദ്ധരാത്രി സമയം ആരുമില്ല. ആ വണ്ടിക്കാരിറങ്ങി വലിയൊരു ആരെയാ വിളിക്കുന്നത്, കറണ്ട് ഒന്നും ഇല്ലാത്ത കാലമാണ് അധികം. ഇങ്ങനെ അവർ പരതി നോക്കിയപ്പോൾ അവർക്ക് ദാഹവുമുണ്ട്. പരതി നോക്കിയപ്പോൾ ഒരരണ്ട വെളിച്ചം കണ്ടു. അപ്പം കൂടെയുള്ള ആളിനോട് വണ്ടിക്കാരൻ പറഞ്ഞു, അവിടെ നിൽക്കി, ഞാൻ അവിടെ ഒരു ചെറിയ വെട്ടം കാണുന്നു, ഇച്ചിരി വെള്ളം മേടിച്ചോണ്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന്. പുള്ളി അതിന് അടുത്ത് ചെന്നപ്പം ഞരക്കം കേൾക്കാം, പ്രാർത്ഥിക്കുന്ന ഞരക്കം. ഭക്തൻകുട്ടിയപ്പച്ചനും കുടുംബവും ഒക്കെ അകത്തിരുന്ന് ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 3-4 ദിവസമായിട്ട് പട്ടിണിയാ. അമ്മ വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്, അതാ കോരി കുടിക്കുന്നത്. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മുട്ടി അവർ തുറന്ന്, ഇച്ചിരി വെള്ളം തരുമോയെന്ന് ചോദിച്ചു. അയ്യോ, എന്നാ പറ്റി? ഇന്നത്തെ പോലെ വെള്ളം ഉണ്ടായിരുന്നു, വേറൊന്നും അവർ ചോദിച്ചില്ല, ചോദിച്ചാട്ട് കൊടുക്കാനുമില്ല.